കൃത്യം 4 വർഷം മുമ്പ് 2021 ഏപ്രിൽ 2-ാം തീയതി സീരിയൽ നടൻ ജിഷിൻ മോഹൻ ഒരു പോസ്റ്റ് ഇട്ടു. വലതുവശത്ത് നടി അനുശ്രീയും ഇടതുവശത്ത് ക്യാമറാമാൻ വിഷ്ണുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം പങ്കുവച്ച് ജിഷിൻ കുറിച്ചത് ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിനെ പോലെ ഞാൻ നടുക്കു നിൽക്കുന്നത് എന്തിനാണെന്നറിയാമോ? 2 കള്ളന്മാരാ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നത്. ആരുമറിയാതെ പ്രണയിച്ചു നടന്നിട്ട് ഇന്നലെ രണ്ടും കൂടി അങ്ങട് കെട്ടി. അതേ സുഹൃത്തുക്കളെ, നമ്മുടെ അനുവും ക്യാമറാമാൻ വിഷ്ണുവും ഇന്നലെ വിവാഹിതരായി. ഇവരുടെ വിവാഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ എല്ലാവരും വിവാഹം കഴിച്ച് വിഡ്ഢികളാകാറാണല്ലോ പതിവ്. പക്ഷെ ഇവരത് തിരുത്തിക്കുറിച്ച് വിവാഹിതരായത് തന്നെ വിഡ്ഢി ദിനത്തിൽ, ഏപ്രിൽ 1. ഇങ്ങനെ 100 വിഡ്ഢി ദിനങ്ങൾ ആഘോഷിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വിവാഹമംഗളാശംസകൾ ഡിയേഴ്സ് എന്നാണ് ജിഷിൻ കുറിച്ചത്. വിവാഹശേഷം 1.5 വർഷത്തോളം മാത്രമാണ് അനുവും വിഷ്ണുവും ഒരുമിച്ചു കഴിഞ്ഞത്. തുടർന്ന് സാമ്പത്തിക പ്രശ്നങ്ങളും മാനസികമായ അകൽച്ചയുമെല്ലാം രൂക്ഷമായതോടെ ഇരുവരും വേർപിരിയുകയും യൂട്യൂബ് ചാനൽ അടക്കം ഡിലീറ്റ് ചെയ്ത് അനുശ്രീ കുഞ്ഞുമായി പോവുകയും ചെയ്തു. അതിനുശേഷം വിഷ്ണു സീരിയൽ രംഗത്ത് തന്നെ ക്യാമറാമാനായി തുടരുകയായിരുന്നു. 4 വർഷങ്ങൾക്കിപ്പുറം ഇന്നലെ മറ്റൊരു വിഡ്ഢി ദിനത്തിലാണ് വിഷ്ണുവിന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ചിത്രം പ്രത്യക്ഷപ്പെട്ടത്. പച്ച പട്ടുസാരിയുടുത്ത് നെറുകയിൽ സിന്ദൂരമണിഞ്ഞു നിൽക്കുന്ന സീരിയൽ നടി സ്വാതി നിത്യാനന്ദയെ ചേർത്തു പിടിച്ച ചിത്രമാണ് വിഷ്ണു പോസ്റ്റ് ചെയ്തത്. അനുശ്രീയുമായുള്ള വിവാഹത്തിന്റെ 4-ാം വാർഷിക ദിനത്തിൽ ഇങ്ങനെയൊരു ചിത്രം പോസ്റ്റ് ചെയ്തത് ആദ്യ ഭാര്യയോടുള്ള മധുര പ്രതികാരമാണോ എന്ന സംശയമാണ് ജിഷിന്റെ പഴയ പോസ്റ്റ് കുത്തിപ്പൊക്കിയെടുത്ത് ഇപ്പോൾ കമന്റ് ബോക്സുകളിൽ ചർച്ച ചെയ്യുന്നത്. അതേസമയം സ്വാതിയുമൊത്തുള്ള ചിത്രം വൻതോതിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞിരുന്നു. അതിനു പിന്നാലെ വിശദീകരണവുമായി സ്വാതി എത്തുകയും ചെയ്തു. ഇത് എൻ്റെ വിവാഹ ചിത്രമല്ല. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാനത് എൻ്റെ ഔദ്യോഗിക പേജിലൂടെ പോസ്റ്റ് ചെയ്യും എന്നാണ് സ്വാതിയുടെ വിശദീകരണം. 1.5 വർഷത്തോളം നീണ്ടുനിന്ന ദാമ്പത്യമായിരുന്നു വിഷ്ണുവിൻ്റേതും അനുശ്രീയുടേതും. അതൊരു പ്രണയ ഒളിച്ചോട്ട വിവാഹം കൂടിയായിരുന്നു. പ്രണയത്തെ അമ്മ എതിർത്തപ്പോൾ അമ്മയോടുള്ള ദേഷ്യത്തിന്റെ പുറത്ത് ഇറങ്ങിപ്പോവുകയായിരുന്നു അനുശ്രീ. പിന്നാലെ അനുശ്രീ ഗർഭിണിയായതോടെയാണ് പിണക്കം അവസാനിച്ചതും അനുശ്രീയെ അമ്മ വന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും. എന്നാൽ കുട്ടി ജനിച്ചതിനു പിന്നാലെ അനുശ്രീയുടെ അമ്മയുമായുണ്ടായ ചില പ്രശ്നങ്ങളും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും കാരണം ഇരുവരും വേർപിരിയുകയായിരുന്നു. ഇതേക്കുറിച്ച് രണ്ടുപേരും തുറന്നു പറഞ്ഞതും വൈറലായി മാറിയിരുന്നു. ആരവ് എന്നാണ് വിഷ്ണുവിൻ്റെയും അനുശ്രീയുടെയും കുഞ്ഞിന്റെ പേര്. ഇപ്പോൾ ആരവുമൊത്ത് അനുശ്രീ വിദേശത്ത് സെറ്റിലായിരിക്കുന്നു എന്നാണ് വിവരം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.